നമുക്ക് കാലാവസ്ഥ അപ്ഡേറ്റ് ഒന്ന് നോക്കി വരാം. കാരണം ഈ ചക്രവാത ചുഴി തമിഴ്നാടിന് മുകളിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 3 മുതൽ, അതായത് ഇന്ന് മുതൽ 7-ാം തീയതി വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു അപ്ഡേറ്റ് വരുന്നു, ലഭ്യമാകുന്നുണ്ട്. TS ഹരികൃഷ്ണൻ എത്തുന്നുണ്ട്. ഹരി, കാലാവസ്ഥ അപ്ഡേറ്റ്. പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ ഈ തമിഴ്നാട് തീരത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണ് കേരളത്തിൽ ഇപ്പോൾ സജീവമായി മഴ പെയ്യുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും മണിക്കൂറുകളിലും ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. നമ്മൾ മാപ്പിന്റെ സഹായത്തോടെ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ആ വടക്ക് ഭാഗത്തൊക്കെയാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. തെക്കൻ തീരത്ത് പൊതുവെ ഒരു മഴ കുറവാണ് കാണിക്കുന്നത്. പക്ഷേ എങ്കിലും മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് കൂടാതെ അലർട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. ഒപ്പം തന്നെ നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ദിവസം മഴ മുന്നറിയിപ്പില്ല, അത് കഴിഞ്ഞ് വീണ്ടും മഴ മുന്നറിയിപ്പ് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ചക്രവാത ചുഴി കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ന്യൂനമർദ്ദമായി രൂപപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ പ്രവചിച്ചിട്ടില്ല. അത് ശക്തി പ്രാപിക്കുകയാണെങ്കിൽ മഴ വീണ്ടും സജീവമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. തീരദേശത്തും മലയോരത്തും ഇപ്പോൾ എങ്ങനെയാണോ ജാഗ്രതയുള്ളത് അതുപോലെ തന്നെ തുടരുക. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശമുണ്ട്. ശരി, കാലാവസ്ഥ റിപ്പോർട്ടാണ് വിവരിച്ചത് TS ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും.